ഇത് എപ്പോഴാണ് കണ്ടത്? പിള്ളേരെ അത് പൊങ്ങിക്കിടക്കുന്ന കണ്ട അത് വള്ളത്തെ ചെന്ന് എടുത്തപ്പോഴാ പിള്ളേരും കൂടി പൊങ്ങി വന്നെന്നാ പറഞ്ഞത്. 2 പിള്ളേരെയും കൂടെ കിട്ടിയത് അങ്ങനെ അടുത്തിട്ട് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ നിയമം അറിയാവുന്ന ഒരു കുട്ടി അത് ചെയ്യേണ്ട കാര്യം. നിയമം ഇന്നത്തെ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഒരു അഡ്വക്കേറ്റ് ആയ പെൺകുട്ടിക്ക് അറിയാമല്ലോ. അപ്പോൾ അവൾക്ക് ഒട്ടും പിടിച്ച് നിൽക്കാൻ മേലാഞ്ഞിട്ടായിരിക്കും, അല്ലെങ്കിൽ മടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്നുണ്ടായ എന്തെങ്കിലും വീഴ്ചയായിരിക്കും. അനിയത്തിക്ക് വർഷങ്ങളായിട്ട് അറിയാമോ? അനിയത്തി അവിടെയാണ്, അവിടെ ജനിച്ചു വളർന്നതെന്ന് അറിയിക്കണം. ടീച്ചറിനെ അറിയാം. ആ പാവത്തെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ ഇവന് കല്യാണം പെണ്ണ് കിട്ടാതെ വന്നതുകൊണ്ട് എങ്ങനെ കല്യാണം നടത്തിയെന്ന് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ. അതിന് അമ്മയില്ലല്ലോ. എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം അമ്മയെ വിളിച്ചില്ല നമ്മൾ സങ്കടം പറയുന്നത്. അമ്മ എനിക്ക് ഇന്നപോലെ എനിക്കിവിടെ പിടിച്ച് നിൽക്കാമല്ലോ. അപ്പോഴേ അമ്മ പറയുമല്ലോ 2 മക്കളുമായിട്ട് നീ വീട്ടിലോട്ട് വരാൻ പറയും. ഇപ്പം എൻ്റെ വീട്ടിൽ ആരുമില്ല. അച്ഛൻ 2ാമത് കഴിച്ച ഭാര്യയും അവരും എല്ലാം UK-ല്. ആങ്ങളെ UK ഫാമിലിയായിട്ടാണ്. ഇവിടെ മരിച്ചു കഴിഞ്ഞാൽ ഈ പെൺകുഞ്ഞുങ്ങളെ എന്തിനായിട്ട് പലരും പല അഭിപ്രായം പറഞ്ഞു. ഞാൻ പറയുന്നിടത്തെങ്കിൽ അവൾ മരിച്ചപ്പം കുഞ്ഞുങ്ങളെ കൂടെ കൊന്നത് നന്നായി. എന്താ വെച്ചാൽ ഇന്നത്തെ ലോകമാണ്, നമുക്ക് ആരും ഒന്ന് വിശ്വസിച്ച് പെൺകുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അവൾ മരിച്ചു കഴിയുമ്പോൾ ഇത് നിന്നാൽ ഇവൻ 2 മാസം കഴിയും ഇവൻ എവിടുന്നേലും പറഞ്ഞിട്ട് ഞങ്ങൾ വളർന്നു വരുമ്പോഴത്തേക്കിന് അമ്മയില്ലെങ്കിൽ പറ്റമ്മയോളം കഴിയുമല്ലോ ഒരിക്കലും പോറ്റമ്മ. അമ്മയ്ക്കുണ്ടാകുന്ന വേദന എന്ന് പറഞ്ഞാൽ അത് വലിയ വേദന. ഈ കുട്ടിക്ക് ഒരു അമ്മയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്ത് സുഖം വന്നാലും ദുഃഖം വന്നാലും ഓരോ വെച്ച് കേൾക്കാനും. ഇപ്പം പഠിക്കുന്നത് അതിരമ്പടിയാണെങ്കിലും 2 പിള്ളേരും അമ്മയും കൂടെ ആത്മഹത്യ ചെയ്തല്ലേ റെയിൽവേ പാളത്തിൽ 2 മാസം മുന്നേ. അതും ഇതുപോലെ തന്നെ ആങ്ങളയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആങ്ങളയ്ക്ക് ഒരു പരിധിയില്ലേ സംരക്ഷിക്കുന്നതിന്. ഇന്നത്തെ കാലം പിള്ളേരെ പഠിപ്പിക്കുന്നതിനൊക്കെ എന്നാ ചിലവാണ്. അപ്പോൾ ആ പരിധി വിട്ട് കഴിയുമ്പോൾ അവരുടെ ഭാഗത്തുനിന്നും വേദനിക്കുന്ന വാക്കുകളുണ്ടായി. പിന്നെ ജോലിക്ക് ശ്രമിച്ചപ്പം ഭർത്താവിൻ്റെ വീട്ടിലെ വൈദികനായ ആ പുള്ളി അതും തടസ്സപ്പെടുത്തി. അങ്ങനെയൊക്കെ വരുമ്പോൾ പിടിച്ചു നിൽക്കാനല്ല. ആ പ്രസിഡൻ്റായിട്ടിരുന്നാന്ന് പറയുന്നു. അപ്പം നിയമം അറിയാവുന്ന ഒരു കൊച്ചിത് ചെയ്യണമെങ്കിൽ അതിന് ഒട്ടും പിടിച്ചു നിൽക്കാമെന്നല്ല. അതിന് ഒരാശ്രയവും ഇല്ലാതെ വന്നതിൻ്റെ പേരില്ല. ഇത് ഈ അമ്മായിയമ്മ അവരെ ക്യാൻസറായിട്ട് കീമോ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് പറയുന്നു. അന്ന് കീമോയ്ക്ക് പോയതായി. അതിന് മുന്നേ ഇതിൻ്റെ തലയെങ്ങാണ്ട് വിദ്യയിപ്പിച്ചിട്ട് 6 സ്റ്റിച്ച് എങ്ങാണ്ട് ഉണ്ടായിരുന്നെന്നാണ് എടുത്ത പിള്ളേർ പറഞ്ഞു. ഈ ചേച്ചിയുടെ ദേഹത്തെ തൊലിയൊക്കെ പൊളിഞ്ഞിരിക്കുന്നു, പൊള്ളിയതാണെന്ന് തോന്നുന്നു. കാർത്തിക്ക് പിള്ളേർക്ക് കൊടുക്കല്ലോ. ഇതിൻ്റെ ദേഹത്തിൽ വീണ എങ്ങനെയാണെന്ന് അറിയത്തില്ല. കൈത്തണ്ട മുറിച്ചിട്ട് പാടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു. ആ ദേഹത്തെല്ലാം പൊള്ളിയതാന്ന് തോന്നുന്നു. പിള്ളേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. അതൊരു 1 മണിക്കും 12:30ക്കും ഇടയ്ക്കെങ്ങാണ്ട് വന്നങ്ങാണ്ട് സംഭവിച്ചതാണ്. ആ സമയത്തൊന്നും ആരും ഇല്ല, ആയിട്ടില്ല. ചൂടിടുന്നവരൊക്കെ ചൂട് കാരണം എഴുന്നേറ്റ് പോകും. ആ സമയത്തെങ്ങാണ്ടാ പിന്നെ വന്നവരെങ്ങാണ്ടാ ഇങ്ങനെ കമന്നൊഴുകി പോകുന്ന കാണുന്നത്. അങ്ങനെ വെള്ളം വെച്ച ആൾക്കാരെ എല്ലാം വിളിച്ചു വരുത്തിയിട്ടാണ്. നാട്ടും വന്നത് പെങ്ങളെ കടിച്ചിട്ട് പെങ്ങളും വന്ന് വഴക്കായിരുന്നു. നമുക്ക് കാലുപാടുന്നും ഉപദ്രവമാണെങ്കിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ട ഭർത്താവ്. ആ പുള്ളിയുടെ ഭാഗത്തുനിന്ന് വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ അത് പിടിച്ചു നിൽക്കാൻ മേല. വീട്ടിലെ അവസ്ഥ ഇത് അമ്മയില്ല. അമ്മയില്ലാത്തടത്തോളം കാലം തിരിച്ച് ചെല്ലാനും പറ്റില്ല. ഒറ്റമ്മ എത്ര വന്നാലും അമ്മയോളം ആകുമല്ലോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.